നേഴ്സസ് നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യരുത്. നിങ്ങളൊരു 4 പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യാതിരിക്കട്ടെ. അതൊരു പേഷ്യൻറ്റിനാണെങ്കിൽ അത്യാവശ്യം പെയിൻ ഉണ്ട്, കരയുകയാണ്, മെഡിക്കേഷൻസിന് വേണ്ടി ചോദിക്കുന്നു. രണ്ടാമത്തെ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ചെറിയ ഹെഡേക്ക് ഒക്കെ ഉണ്ട്, BP ആണെങ്കിൽ 148 ആണ്. മൂന്നാമത്തെ പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഡിസ്ചാർജ് ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇനി നാലാമത്തെ പേഷ്യൻ്റ് ആണെങ്കിൽ ഓക്സിജൻ ലെവലൊക്കെ വളരെ കുറഞ്ഞ് റെസ്പിറേറ്ററി റേറ്റ് ആണെങ്കിൽ 30 ആണ്. അപ്പോൾ ഒരു നേഴ്സ് എന്നുള്ള നിലയിൽ ഈ 4 പേഷ്യൻസിൽ നിങ്ങൾ ആരുടെ അടുത്തായിരിക്കും ആദ്യം പോകുന്നത്? ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആദ്യം ആരെയായിരിക്കും കാണുന്നത്? നിങ്ങൾ ചിലപ്പോൾ അല്പം ഇമോഷണലായിട്ടൊക്കെ ചിന്തിച്ച് അല്പം കൈൻഡായിട്ട് കരയുന്ന ആളുടെ അടുത്തേക്ക് പോകാനൊരു ടെൻഡൻസിയൊക്കെ ചിലപ്പോൾ വന്നിരിക്കാം. പക്ഷേ ഇവിടെയാണ് നിങ്ങൾ ലോജിക്കലായിട്ട് ചിന്തിച്ച് പ്രയോറിറ്റൈസ് ചെയ്ത് കാര്യങ്ങളെ തീരുമാനിക്കേണ്ടത്. ഇവിടെയാണ് നിങ്ങളുടെ ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റിന് വാല്യൂ ഉള്ളത്. നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു നേഴ്സ് എന്നുള്ള നിലയിൽ ആദ്യം പോകേണ്ടത് ഓക്സിജൻ ലെവൽ വളരെ കുറഞ്ഞിരിക്കുന്ന പേഷ്യൻറ്റിൻ്റെ അടുത്തേക്കാണ്. കാരണം അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് മാറാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾ ഇമോഷണലായിട്ട് വൈകാരികമായിട്ട് തീരുമാനങ്ങൾ എടുത്താൽ ചിലപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ തെറ്റായി പോകാം. അങ്ങനെ തെറ്റായ ഓപ്ഷൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്.